അഴുക്കും പൊടിയും പിടിച്ച് കിടക്കുന്ന സ്വന്തം വീട് വളരെ മനോഹരമായി വൃത്തിയാക്കിയിട്ട് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് കാണാൻ ഏറ്റവും സുന്ദരമായ രീതിയിൽ ഒരുക്കി വെക്കുന്ന ഒരു പുരുഷൻ. സ്വന്തം പറമ്പിനകത്ത് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമൊക്കെ വെട്ടിത്തെളിച്ച് അതൊരു നല്ല ഗാർഡനാക്കി മാറ്റി ആ ഗാർഡൻ ഏറ്റവും നന്നായി പരിപാലിച്ച് ഇടയ്ക്കൊക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് കൂടുതൽ ഭംഗിയിൽ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന മറ്റൊരു പുരുഷൻ. ഏറ്റവും മനോഹരമായി ഗംഭീരമായി ഏറ്റവും ടേസ്റ്റിയായി കുക്ക് ചെയ്യാൻ പഠിപ്പിക്കുന്ന പുരുഷൻ. സ്വന്തം ഭാര്യ വരുന്നതും കാത്ത് വീടൊക്കെ മനോഹരമായി ഒരുക്കി വെച്ച് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം തയ്യാറാക്കി വെച്ച് അങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന പുരുഷൻ. ഇങ്ങനെയുള്ള പുരുഷന്മാരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കൂടുതലായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്, അതിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ജെൻഡർ റോളുകളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കുക്കിംഗ്, ക്ലീനിങ്, ഗാർഡനിങ്, പിന്നെ ഹോം മേക്കിംഗ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സ്ത്രീകൾ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നൊരു ധാരണ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അത് ഗ്രാജുവലി ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് പേരുടെ പ്രയത്നങ്ങളുടെ ഭാഗമായിട്ട്, ഒരുപാട് പോരാട്ടങ്ങളുടെ ഭാഗമായി, ഒരുപാട് പുതിയ ചിന്തകളുടെ ഭാഗമായി അതിനൊക്കെ പതിയെ പതിയെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇന്ന ജോലികളൊക്കെ പെണ്ണുങ്ങൾക്കുള്ളതാണ്, ഇന്ന ജോലികൾ ആണുങ്ങൾ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്ന ധാരണകൾ ഇവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ തകരുന്നു നമ്മൾ പറയുമ്പോഴും ഈ പറയുന്ന ജോലികൾ, അതായത് പെൺകുട്ടികൾ ചെയ്യേണ്ടതാണ് എന്ന് നമ്മുടെ സമൂഹം കൽപ്പിച്ചിരുന്ന ജോലികൾ, അത് പെൺകുട്ടികൾ ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് വിചാരിക്കുക. അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അവൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് അതിനകത്ത് മറ്റൊന്നുമില്ല. പക്ഷേ അതേ കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്യുന്ന സമയത്ത് അതിവിടെ വളരെ സ്പെഷ്യലായിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഈ ജെൻഡർ റോൾസ് എന്ന് പറഞ്ഞ പോലെ ജെൻഡർ എക്സ്പെക്റ്റേഷൻസ് ആണ്. നിങ്ങളൊരു പെൺകുട്ടിയാണോ, ഡീഫോൾട്ടായിട്ട് നിങ്ങൾ കുക്കിംഗ് ചെയ്യണം, ഡീഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ക്ലീനിങ് ചെയ്യാൻ പറ്റണം, തുണി അലക്കണം, വീടൊക്കെ വൃത്തിയാക്കിയിടണം, ഗാർഡനിങ് ഉണ്ടെങ്കിൽ അത് നോക്കണം, വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കുളിപ്പിക്കണം, പല്ലിയിപ്പിക്കണം, അങ്ങനെ തുടങ്ങി സകലമാന പരിപാടികളും ഒരു പെൺകുട്ടി ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യൽ അപ്രിസിയേഷൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ആൺകുട്ടി ചെയ്യുമ്പോൾ അവൻ ചെയ്യേണ്ട ജോലിയൊന്നുമല്ലല്ലോ, എന്നിട്ട് അവൻ എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്, മനോഹരം തന്നെ മകനെ എന്ന് പറയുന്ന രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനുള്ളൊരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രെൻഡ് ഉണ്ടല്ലോ, ആ ട്രെൻഡിൻ്റെ ഭാഗമായുള്ള വീഡിയോസ് വരുന്ന സമയത്ത് അതിൻ്റെ കമൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആൺകുട്ടികൾ നമ്മൾ ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് അവൻ വളരെ സ്പെഷ്യലാണ്, അവൻ വളരെ ഡിഫറെൻ്റ് ആണ്, അവൻ വളരെ സപ്പോർട്ടീവാണ്, അവൻ വളരെ പ്രോഗ്രസീവാണ്, മോഡേൺ ആണ്, അവനെപ്പോലെ ഒരു ആൺകുട്ടിയെ കിട്ടുക എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് ആണ്. പക്ഷേ ഇതേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികളുടെ വീഡിയോസിന് താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ, മോഡേൺ, പ്രോഗ്രസീവ്, ബ്ലെസ്സിങ് എന്ന് പറയുന്ന പോലത്തെ കമൻസ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം അത് അവളിൽ നിന്ന് ഡീഫോൾട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. നന്നായി കുക്ക് ചെയ്യുക എന്നുള്ളത് സ്ത്രീകളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇത്ര ഭയങ്കരമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ പറയട്ടെ. നമ്മളൊരു വീട്ടിൽ ചെന്ന് നമുക്ക് നല്ല ഭക്ഷണം കിട്ടി, അതായത് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കിട്ടി. ആ ഫുഡ് ഉണ്ടാക്കി തന്ന ആളോട് ഇനിയിപ്പം വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു ആവറേജ് ടേസ്റ്റിലാണെങ്കിൽ പോലും നമ്മളെ ഗസ്റ്റായിട്ട് വിളിച്ചൊരു വീട്ടിൽ, നമ്മൾ പോയൊരു വീട്ടിൽ നമുക്ക് കുറച്ച് ആഹാരം കിട്ടി. ആ ആഹാരം ഉണ്ടാക്കി തന്ന ആളുണ്ട്, അയാളുടെ അത്രയും നേരത്തെ എഫേർട്ട് ഉണ്ട്. നമ്മളൊരിക്കലും അത്ര ടേസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ പറയുമായിരിക്കും നല്ല ഭക്ഷണം കിട്ടുമെന്ന്. പിന്നെ ചില ആൾക്കാരുടെ ശീലങ്ങളുടെ ഭാഗമായിട്ടും ഭക്ഷണം കിട്ടിയാൽ താങ്ക് യു, നല്ല ഭക്ഷണമായിരുന്നു എന്ന് പറയുമായിരിക്കും. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാറില്ല. ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന എഫേർട്ടിനെ, അതിൻ്റെ ടേസ്റ്റിനെ, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതൊരു സ്ത്രീയാണ് ഉണ്ടാക്കിയതെങ്കിൽ. പക്ഷേ ഒരു പുരുഷനാണ് ഉണ്ടാക്കിയതെന്ന് അറിയാമെങ്കിൽ ഇവിടെ കൊള്ളാലും ഇത് ഭയങ്കര അടിപൊളി ഫുഡാണല്ലോ എന്ന് പറഞ്ഞ് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുമാണ്. ഇവിടെ ഈ അപ്രിസിയേഷൻ്റെ അളവ് കൂടിയും കുറഞ്ഞും വരുന്നതിൻ്റെ അതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നൊരു ജഡ്ജ്മെൻറ്റ് ഫാക്ടറാണ്. പെണ്ണാണെങ്കിൽ ഇത് ചെയ്യേണ്ടതാണ്, ആണാണെങ്കിൽ ഇത് ചെയ്യേണ്ട കാര്യമില്ല. അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരാൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ഒരു കാര്യം അത് നന്നായി വരികയാണെങ്കിൽ, ഒരാളുടെ എന്തെങ്കിലും ഒരു എഫേർട്ട് അതിനകത്തുണ്ടെങ്കിൽ അയാൾ അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടാത്തതാണോ എന്ന് പറയുന്ന നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഫാക്ടറില്ലേ, അതാണ് ഇവിടുത്തെ ഫോൾട്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ജോലി ചെയ്യുക എന്നുള്ളതും ചെയ്യേണ്ടാതിരിക്കുക എന്നുള്ളതും ഒരാളുടെ മാത്രം ചോയ്സാണ്, അല്ലെങ്കിൽ അയാളുടെ ഡിസിഷനാണ്. ഇപ്പോൾ കുക്ക് ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, വീടൊക്കെ നല്ലോണം ഒരുക്കി വെക്കുക എന്നൊക്കെ പറയുന്നത് അതൊരാൾ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ചാലും അത് അയാളുടെ ചോയ്സാണ്, ചെയ്യണം എന്ന് തീരുമാനിച്ചാലും അത് അയാളുടെ ചോയ്സാണ്. നമ്മൾ അതിൻ്റെ പേരിൽ അയാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുക്കിംഗ് എന്ന് പറയുന്നത്, ക്ലീനിങ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു ലൈഫ് സ്കില്ലാണ്. നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് ഘട്ടത്തിലും ഉപയോഗപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ മാർഷൽ ആർട്സ് പഠിച്ചിരുന്നാൽ നമ്മളെ ഒരാളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാം. നീന്തൽ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവാം, ഡാമുകൾ തുറന്നു വിടാം. അപ്പം നീന്തൽ അറിയാമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ലൈഫ് സ്കിൽസിൽ പെടുന്നതാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ. നമുക്ക് ഒറ്റയ്ക്ക് സ്വന്തമായി ആഹാരം പാചകം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലോ? ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ബേസിക് ഹൈജീൻ്റെ ഭാഗമല്ലേ.
പക്ഷേ നമ്മളിതൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും മക്കൾ കുക്കിംഗ് പഠിക്കണം, ക്ലീനിങ് നന്നായി ചെയ്തിരിക്കണം എന്നൊക്കെയുള്ളത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പല വീടുകളിലും പറഞ്ഞു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു മുൻ ജനറേഷൻ്റെയൊക്കെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും ജോലി കിട്ടി പോകുന്ന സമയങ്ങളിൽ, അങ്ങനെയൊക്കെയാണ് ആൺകുട്ടികൾ കുക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്കില്ല് അക്വയർ ചെയ്യാൻ തുടങ്ങുന്നത്. ആ സമയത്ത് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ഈ കുക്കിംഗ് വ്ളോഗ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളുടെ കുക്കിംഗ് വ്ളോഗുകൾ നമുക്ക് അവൈലബിൾ ആവും. ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടോ മോശക്കാരാക്കി പറയാൻ വേണ്ടിയിട്ടോ പറയുന്നതല്ല. സ്ത്രീകളുടെ കുക്കിംഗ് വീഡിയോസ് എന്ന് പറയുന്നത് അവർ ആക്ച്വലി ഒരു വ്ളോഗ് പോലെ തന്നെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നതാണ്. അതായത് അവർ കുക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ള നാട്ടിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയും. ഈവൻ അളവുകൾ പറയുന്ന സമയത്താണെങ്കിലും കൈയളവ് ഉപ്പിട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു കാൽക്കുലേഷനിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കളയും. അത് സ്ത്രീകളോട് സംസാരിക്കുന്നതാണ്. അവർക്ക് കൃത്യമായി അവർ ചെറുപ്പം മുതലേ ചെയ്തു വരുന്നതുകൊണ്ട് അവർക്ക് ഈ പറയുന്ന കൈയളവും മനസ്സിലൊരു കാൽക്കുലേഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശീലമേ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കുക്കിംഗ് വ്ളോഗുകൾ കാണുമ്പോൾ 10-15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അരമണിക്കൂർ വീഡിയോ നമ്മൾ കാണുകയും നമുക്ക് ആവശ്യമുള്ള അത്രയും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം നമ്മളിപ്പോൾ ഷാൻജിയൊക്കെ പോലെയുള്ള വ്ളോഗേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇതേ കൃത്യസമയത്തിനുള്ളിൽ അവർ വേറെ വിശേഷങ്ങളൊന്നും പറയുന്നില്ല. എന്ത്, എങ്ങനെ, എപ്പോൾ, എത്ര ഉപയോഗിക്കണം എന്ന് പറയുന്ന കൃത്യമായ അളവിൽ, ഏത് അളവിലിടണം, എത്ര സമയം വേണം എന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ട് പെർട്ടിക്കുലർ വീഡിയോസ് പോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കൂടിപ്പോയാൽ 4 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ഇതേ ചായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മറ്റൊരു കുക്കിംഗ് വ്ളോഗിൽ നമ്മൾ കാണുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ വളരെ സ്പെസിഫിക്കായി ആക്യുറേറ്റായി ഒരളവും കണക്കുമൊക്കെ കൊടുക്കുന്ന സമയത്ത് ആളുകൾ ഇത് കൂടുതൽ കാണും. ഇനി കപ്പിൾ വ്ളോഗ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഏട്ടന് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്, ഏട്ടന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറയുന്ന വ്ളോഗുകളേക്കാൾ ഒരുമിച്ച് അവനവൻ്റെ ഡ്യൂട്ടീസ് ഷെയർ ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഒരു വീട്ടിലുള്ള എല്ലാ ഡ്യൂട്ടീസും 2 പേരും ഒരുപോലെ ചെയ്യേണ്ടതാണ്. അതിനെ കൃത്യമായി ഷെയർ ചെയ്ത് ചെയ്യുന്ന വ്ളോഗിങ് കപ്പിൾസിനെ നമ്മൾ കാണാൻ തുടങ്ങി. ഹോം മേക്കിംഗ് എന്ന് പറയുന്നൊരു കാര്യം സ്വന്തമായി ചെയ്യുന്ന ഭർത്താക്കന്മാരെ നമ്മൾ കാണാൻ തുടങ്ങി. ഈവൻ ബാച്ചിലേഴ്സിൻ്റെ വ്ളോഗുകൾ നമ്മൾ എടുത്തു നോക്കൂ. അവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാണ്. അവൻ ഏറ്റവും മനോഹരമായി അവൻ്റെ കിച്ചൺ അടുക്കി പെറുക്കി വെക്കുന്നു, എല്ലാം വൃത്തിയായി നോക്കുന്നു, പാചകം നല്ല രസമായിട്ട് ചെയ്യുന്നു. ആ ഫുഡ് അവൻ ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ വെക്കുന്നത് പോലും മനോഹരമായിട്ടാവുന്നു. ഗാർഡനിങ്ങിലേക്ക് വരുമ്പോൾ ആഴ്ചയ്ക്ക് ഗാർഡൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ച് വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ പെൺകുട്ടികൾ ചെയ്യുന്നു എന്ന് നമ്മൾ, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ ഏറ്റവും നന്നായി ചെയ്യൂ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ആൺകുട്ടികൾ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന വ്ളോഗുകളുടെ എണ്ണം വളരെ കൂടുതലാവുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വിസിബിലിറ്റി വളരെ കൂടുതലാവുന്നു. ആ സോഷ്യൽ മീഡിയ വിസിബിലിറ്റി ആൺകുട്ടികളിൽ ഉണ്ടാക്കുന്നൊരു ചിന്ത എന്ന് പറയുന്നത് ഇത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് മാറും. അപ്പോൾ ഇത് നമുക്കും ചെയ്യാമല്ലേ, ഇത് ഇത്ര ഈസി ആയിട്ട് ചെയ്യാവുന്നതാണോ? ഇപ്പോൾ ഗാർഡൻ വൃത്തിയാക്കി വെക്കുക എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പഴയ നാട്ടിൻപുറ കാഴ്ചകളിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചൂലും കൊടുത്ത് ഒരു പെൺകുട്ടിയാണ് ഏൽപ്പിക്കുക. മുറ്റം മുഴുവൻ അടിച്ചു വരുന്നത് അവളാണ്. ഓരോ ചെടിയും എവിടെ വരണം, എങ്ങനെ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവളാണ്. ആൺകുട്ടി സൈഡിൽ കട്ടൻ ചായയും കുടിച്ച് വെയിറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ വിഷ്വൽസാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ കൃത്യമായിട്ടുള്ള ടൂൾസൊക്കെ കയ്യിലുണ്ടെങ്കിൽ എനിക്കും ഇത് ചെയ്യാം, എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ എൻ്റെ ഇഷ്ടത്തിന് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു ആൺകുട്ടി മനസ്സിലാക്കുകയാണ്. കുക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടല്ലോ, എനിക്കിത് എൻ്റെ ടേസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് പറയുന്നൊരു തിരിച്ചറിവിലേക്ക് ഒരാൺകുട്ടി എത്തിച്ചേരുകയാണ്. അപ്പം നമുക്കിത് ഭയങ്കര റിലേറ്റബിളാണ്. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ചെയ്യുന്നത് എന്തോ വലിയ കുറവാണ്, അല്ലെങ്കിൽ ഇത് ആൺകുട്ടികൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഒന്നുമില്ല. നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം, നമ്മുടെ ആത്മാഭിമാനത്തിന് ഒരു ക്ഷതവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നൊരു ഫാക്ടറിലേക്ക് ആൺകുട്ടികൾ എത്തിച്ചേരും. പെൺകുട്ടികളെ സംബന്ധിച്ച് ഇതിന് കൂടുതൽ അറ്റൻഷൻ കിട്ടാനുള്ളൊരു കാരണം ഇങ്ങനെയും ആൺകുട്ടികളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരാശ്വാസമാണ്. ജോലികളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഹോം മേക്കിംഗ്, അത് എൻ്റെയും കൂടി ജോലിയാണ്, അല്ലെങ്കിൽ എനിക്കും കൂടി ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്ന് കരുതി ചെയ്യുന്ന ആൺകുട്ടികൾ ഉണ്ടല്ലേ എന്ന് പറയുന്ന ഒരു തിരിച്ചറിവും അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷവുമുണ്ട്. ആ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൊമസ്റ്റിക് ജോലികൾ, നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു പണിയാണ്. സാലറി നേരെ കിട്ടുകയില്ല, എന്നാൽ അപ്രിസിയേഷൻ കിട്ടുമോ അതുമില്ല, ഒരു മിനിമം അംഗീകാരം പോലും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജോലിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അതിനിപ്പോൾ എന്തിനാണ് നമ്മൾ പ്രത്യേക ഒരു അപ്രിസിയേഷൻ തരേണ്ടത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പറയുന്നത് വീട്ടുജോലി എടുക്കുന്നതിനെ മഹത്വവൽക്കരിച്ച് ഭയങ്കരമാക്കണമെന്നല്ല, പക്ഷേ അതും ഒരു ജോലിയാണ്, അത് എഫേർട്ട് വേണ്ടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ പെൺകുട്ടികൾ അമ്മമാരുടെ കൂടെ അടുക്കളയിൽ ജോലി ചെയ്തൊക്കെ തുടങ്ങുന്നു, അല്ലെങ്കിൽ അമ്മമാർ ചെയ്യുന്ന അതേ ജോലികളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതേ കാര്യം ഒരു ആൺകുട്ടി ചെയ്യുമ്പോൾ, ഇപ്പോൾ അടുക്കളയിൽ ഒന്ന് തേങ്ങ ചിരവാൻ പോകാമെന്ന് പറയുന്നത് ആൺകുട്ടി ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. പുരുഷൻ സ്ത്രീയെ വീട്ടിലെ ജോലികളിൽ സഹായിക്കുന്നതിനെ നമ്മൾ ഹെൽപ്പായിട്ടാണ് പറയുന്നത്. ദാറ്റ്സ് നോട്ട് ഹെൽപ്പ്. ഹെൽപ്പ് എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്, ഞാൻ അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. ദാറ്റ്സ് നോട്ട് മൈ ചോയ്സ്, ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ഞാൻ അവരെ സഹായിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു തീരുമാനമല്ല,
ഞാൻ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ആ ചിന്തകൾക്കുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ്. പക്ഷേ ഇത്തരം വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൺകുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ അതിൻ്റെ താഴെ കെട്ടാൻ പോണ പെണ്ണിൻ്റെ ഭാഗ്യം എന്നുള്ളതാണ്. പെൺകുട്ടികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ഭാഗ്യം എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ സ്കിൽസിനെ അക്വയർ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. അവനവന് ഉപകാരപ്പെടുന്ന ലൈഫ് സ്കിൽസാണ്. നിങ്ങൾ ഇതിനെ കല്യാണവുമായിട്ട് കൂട്ടിക്കുഴക്കല്ലേ. ഇപ്പോൾ ഞാൻ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്തിനാണ് അതിനെ വിവാഹവുമായിട്ട്? ഇപ്പോൾ എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം, ഞാൻ ബാക്കിയുള്ളവർക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ എൻ്റെ സ്കില്ലിനെ മറ്റൊരാളുടെ ഭാഗ്യമാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കിൽസിനെയൊക്കെ കല്യാണം എന്ന് പറയുന്ന ഒരൊറ്റ പരിപാടിയുമായിട്ട് മാത്രം ചേർത്ത് വെക്കരുത്. ചില ആൾക്കാർക്ക് നല്ല ടേസ്റ്റിൽ സ്വന്തമായി ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അതവരുടെ ചോയ്സ് അല്ലേ. ഇനി നന്നായി കുക്ക് ചെയ്യാൻ അറിയാവുന്ന നിങ്ങൾ ഈ പറയുന്ന ഭാഗ്യവാനും ഭാഗ്യവതിയായ പാർട്ട്ണറുള്ള ഒരാൾ ഒരു വിവാഹം കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. ഒരു വിവാഹ ബന്ധത്തിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ്, മ്യൂച്വലി ആണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യേണ്ടതെന്ന്. അത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും ജോലി, അതിൻ്റെ സമയം, അവരുടെ ആരോഗ്യം, ചിലപ്പം മെൻ്റൽ ഹെൽത്ത്, അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്താണ്, ഇങ്ങനെ പലവിധ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവരവരുടെ ഡ്യൂട്ടി എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഡിവൈഡ് ചെയ്യപ്പെടണമെന്ന് അവർ മാത്രം തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണുന്ന സമയത്തെ അയാൾ കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടി കുക്ക് ചെയ്യാനുള്ളവനാണ്, അല്ലെങ്കിൽ അവൾ കെട്ടാൻ പോകുന്ന പുരുഷന് വേണ്ടി കുക്ക് ചെയ്യാൻ മാത്രം ഉള്ളവളാണ് എന്നങ്ങ് തീരുമാനിക്കല്ലേ. ചിലപ്പോൾ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമായിരിക്കും കുക്കിങ്ങിനോട് ഇഷ്ടം ഉണ്ടാവുക. ആളുകളുടെ ഇഷ്ടങ്ങളെ, അവരുടെ സ്കിൽസിനെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞു, അവർ രണ്ടുപേരും കൂടി കൂട്ടായി പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ല, ഈ കുക്കിങ്ങും ക്ലീനിങ്ങും വീട് നന്നായി നോക്കുക ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം എന്ന് അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ അത് അയാളുടെ ചോയ്സാണ്. അവിടെ അയാൾ പരിഗണിക്കേണ്ടത് അയാൾക്കൊപ്പമുള്ള പാർട്ട്ണറെ മാത്രമാണ്. നിങ്ങൾ ആസ് ആൻ ഔട്ട്സൈഡർ നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ സജഷൻസ് കൊടുക്കാം. എടാ നമ്മൾ രണ്ടുപേരും കൂടി ജോലി ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇത്തരം ചർച്ചകൾ വളരെ ശക്തമാവുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി കിട്ടി പോകുന്ന സമയങ്ങളിലൊക്കെയാണ്. അങ്ങനെ കൂടെ ഒരാളുള്ളപ്പോൾ അയാൾ ജോലിക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് തീരുമാനിക്കും. പുറത്തുനിന്നിരുന്ന് നിങ്ങൾക്ക് സജഷൻസ് കൊടുക്കാം. അങ്ങനെ ഒരു സജഷൻ കൊടുക്കാനുള്ള സ്പേസ് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ മാത്രം സജഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം. രണ്ടുപേരും ജോലിക്ക് പോയാലുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ബെനിഫിറ്റ്സ്, പുറം ലോകവുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, ലൈഫിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ, സ്വന്തമായി സാലറി ഏൺ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമുക്ക് സജഷൻസ് ആയിട്ട് കൊടുക്കാം. പക്ഷെ അവിടെ കയറി ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം അൾട്ടിമേറ്റ്ലി അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും കൊടുക്കുന്നത് എന്താണോ അതാണ് അവർ ചെയ്യേണ്ടത്. ഒരാളുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിന് ആവശ്യമായത് എന്താണ് എന്ന് അവർ തീരുമാനിച്ച് അവർ തന്നെ അവരുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിനെ ജഡ്ജ് ചെയ്യരുത് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഹോം മേക്കർ എന്ന് പറയുമ്പോൾ ഓടി വരുന്ന ഒരു സ്ത്രീയുടെ മുഖം തന്നെയാണ്. പക്ഷേ അതിന് ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹോം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റെടുക്കുന്ന പുരുഷന്മാരെ നമ്മൾ കൂടുതൽ കാണുന്നു. അതിനൊരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. മാത്രമല്ല ഹോം മേക്കിംഗ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാൾക്ക് ഒരു സാലറി എന്നുള്ള രീതിയിൽ അത് അവർ തന്നെ അവരുടെ രണ്ടുപേരുടെയും ഇടയിൽ, ആ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന തീരുമാനങ്ങളാണ്. അതിനൊരു സാലറി ഇത്ര രൂപ എന്ന് പറഞ്ഞ് വാങ്ങുന്ന രീതി, ഇതൊക്കെയും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ ഇപ്പോഴും ഇതിനെ ജഡ്ജ് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പോ ഒക്കെ വിദേശത്ത് ജോലിയുള്ള ഒരാളാണ് ഈ വരൻ എങ്കിൽ, ഭർത്താവ് പുരുഷൻ എങ്കിൽ, അയാൾ വിദേശത്തേക്ക് പോയി കഴിയുമ്പോൾ തൊട്ട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. ഭാര്യയെ കൂടി കൊണ്ടുപോകുന്നില്ലേ, അല്ലെങ്കിൽ കൊണ്ടുവരുന്നില്ലേ? ഇനി നാട്ടിലുള്ള ഭാര്യയും ഇതേ ചോദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങും. മോളെ നിനക്ക് വിസ വന്നില്ലേ, നാട്ടിൽ പോകണ്ടേ എന്നൊക്കെ. അങ്ങനെ ഭർത്താവിൻ്റെ പേരിൽ അവർ വിദേശത്തേക്ക് പോകുമ്പോൾ ആ വിസയെ മറ്റെന്തെങ്കിലും പേരിട്ട് നമ്മൾ വിളിക്കാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബർമുഡ വിസ എന്നൊന്നും വിളിക്കാറില്ലല്ലോ. പക്ഷേ ഭാര്യയ്ക്കാണ് വിദേശത്ത് ജോലി കിട്ടുന്നതെന്ന് വിചാരിക്കും. എക്കണോമിക്കലി അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്കിതാണ് നല്ലത്, കൂടുതൽ സാലറി ഇപ്പോൾ ഈ ഭാര്യയ്ക്ക് ഈ വിദേശത്ത് നിന്ന് കിട്ടുന്ന ഈ ജോലിയിൽ നിന്നാണ് വരാൻ പോകുന്നത്, നമ്മുടെ ഫ്യൂച്ചറിന് അതാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുക, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങുകൾക്കും അതാണ് നല്ലത് എന്ന് കരുതി ഭാര്യ വിദേശത്തേക്ക് പോകുന്നു. അവർക്കൊപ്പം വിദേശത്തേക്ക് പോകുന്ന ഭർത്താവ് എന്ന് പറയുന്നത് അയാൾ ചിലപ്പോൾ ജോലി മുൻകൂട്ടി സെറ്റാക്കിയിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നുണ്ടാവുക. ചിലപ്പോൾ അവിടെ ചെന്നിട്ടൊരു ജോലിക്ക് വേണ്ടി കഠിന പരിശ്രമം നടത്തുമായിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. ആ ഹോം മേക്കിംഗ് എന്ന് പറയുന്ന ഒരു
കാര്യം അയാൾ വളരെ സന്തോഷത്തോടു കൂടി മ്യൂച്വലി സംസാരിച്ച് ഉറപ്പിച്ച ശേഷം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ജോലിയെ വേണ്ട, ഭാര്യയ്ക്ക് അത്രയും നല്ല സാലറി അവിടെ ഉണ്ട്, അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, ഇനി കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് അയാളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ചോയ്സ് അല്ലേ, അവരൊരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ എടുത്ത ഡിസിഷൻ അല്ലേ. പക്ഷേ അങ്ങനെ ഭാര്യയുടെ കെയർ ഓഫിൽ വിദേശത്തേക്ക് പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് പാവാട വിസ എന്ന് പറഞ്ഞ് കളിയാക്കി വിളിക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ പുരുഷനെയാണ് കളിയാക്കുന്നതെന്ന്. ഒരിക്കലുമല്ല. ആ പുരുഷനേക്കാൾ കൂടുതൽ അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, ആസ് പാർട്ട്നേഴ്സ് അവരുടെ ഇടയിൽ ഞാനാണ് സക്സസ് നീയാണ് സക്സസ് എന്ന് പറയുന്ന ചർച്ചകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഫിനാൻഷ്യലി ഭർത്താവിനേക്കാൾ സൗണ്ടായി നിൽക്കുന്ന, ഭർത്താവിനെ വിദേശത്തേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ സ്ത്രീയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവളുടെ കീഴിൽ നിൽക്കുന്നല്ലോ നീ എന്ന് പറയുന്ന രീതിയിൽ ആ പുരുഷനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് പാവാട വിസ എന്നുള്ള പ്രയോഗം ഉണ്ടാകുന്നത്. ഈ കളിയാക്കുന്നവന്മാരൊന്നും മനസ്സിലാക്കാത്തൊരു യാഥാർത്ഥ്യം, കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്, ഇറ്റ്സ് നോട്ട് ആൻ ഓണർഷിപ്പ്. ഒരാൾ ഇതും ഫുൾ ഓൺ ചെയ്തിട്ട് അയാളുടെ കയ്യിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഇരിക്കുന്നത് എന്ന് പറയുന്ന പോലെയല്ല. രണ്ടുപേരും ഒരുമിച്ച് ആലോചിച്ച് തീരുമാനങ്ങളെടുത്ത് അവരൊരുമിച്ചുള്ള ഫ്യൂച്ചർ ഏറ്റവും മനോഹരമാവാനുള്ള അവരുടെ രണ്ടുപേരുടെയും മെൻ്റൽ ഫിസിക്കൽ ഹെൽത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ പറ്റൂ. ഡ്യൂട്ടി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ പറ്റൂ. ഓണർഷിപ്പിൽ ഒരാൾ മറ്റേ ആളെ പണികൾ മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു മനോഹരമായ പാർട്ട്ണർഷിപ്പിനെ, ആ പാർട്ട്ണർഷിപ്പിൽ അവർ ഡിവൈഡ് ചെയ്യുന്ന ഡ്യൂട്ടീസിനെയൊക്കെ കണ്ട് സഹികെടുന്ന ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിനെ പാവാട വിസ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നിട്ടുള്ള കുറേ ആൾക്കാരുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഹസ്ബൻഡാണ് ബ്രെഡ് വിന്നർ എന്നുള്ളത്. പുരുഷനാണ് സാമ്പത്തികമായി ഒരു കുടുംബത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് എന്നൊക്കെയാണ്. പക്ഷേ ഈ കൺസെപ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ ആൾക്കാരുടെ ഇൻസെക്യൂരിറ്റീസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി അവൾ വിദേശത്തൊരു ജോലി സംഘടിപ്പിച്ച് ആ ജോലിയുടെ ബലത്തിൽ അല്ലെങ്കിൽ PR കിട്ടിയിട്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പായിട്ട് അങ്ങനെ എങ്ങനെയാണെങ്കിലും ഹസ്ബൻഡിനെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അത് അവളുടെ ഹാർഡ് വർക്കിൽ നിന്ന്, അവളുടെ ടാലൻറ്റ് കൊണ്ട് അവൾ നേടിയെടുത്തൊരു സക്സസ് ആണ്. പക്ഷേ അവളുടെ ഹസ്ബൻഡിനെ കാണുന്ന സമയത്ത് നിനക്ക് ഇത്രയും സ്മാർട്ടായിട്ടുള്ള, ഇത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഉണ്ടല്ലോ എന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് പകരം അയ്യേ അവൻ ഭാര്യയുടെ വിസയിൽ കയറി വന്ന, പാവാട വിസയിൽ കയറി വന്നിരിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് സുപ്പീരിയർ, നിങ്ങളിൽ ആരാണ് ഹാർഡ് വർക്കിംഗ്, വെറുതെ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെയാണ് ദുൽഖർ സൽമാൻ പറഞ്ഞ ഡയലോഗ് ഇച്ചിരി മോഡിഫിക്കേഷൻസിലൂടെ നമ്മളും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്. മുന്നിലും പിന്നിലും നടക്കുക എന്നുള്ളതല്ല, ഒപ്പം നടക്കുക എന്നുള്ളതാണ് പാർട്ട്ണർഷിപ്പ്. നിങ്ങൾ ഈ പറയുന്ന പുച്ഛവും അവഹേളനവും ഒക്കെ ഒരു സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരതിമനോഹരമായൊരു ജീവിതം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരസ്പര ധാരണയിൽ, പരസ്പരം സംസാരിച്ച്, തീരുമാനങ്ങളെടുത്ത് ഒന്നിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസം, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന വീഡിയോയും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പുരുഷന്മാർക്ക് നല്ല കയ്യടി കിട്ടും. പക്ഷേ സ്വന്തം വീട്ടിൽ ഭാര്യ ജോലിക്ക് പോവുകയും ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തോളാം എന്ന് തീരുമാനിച്ച് സ്വന്തം ഡിസിഷൻ എടുത്ത് വീട്ടിൽ ആ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പാവാടയെന്ന് വിളിക്കുകയും ചെയ്യും. ഒരു ചെറിയ ഉദാഹരണം പറയാം. സോഷ്യൽ മീഡിയയിൽ നമുക്ക് സുപരിചിതയായ അഭിനേത്രിയായ ശ്രീവിദ്യ മുല്ലശ്ശേരിൽ അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് രാഹുൽ രാമചന്ദ്രൻ എന്ന സംവിധായകനെയാണ്. രാഹുൽ വളരെയധികം അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. അയാൾ സംവിധാനത്തിനെ അത്രയധികം ഇഷ്ടപ്പെട്ട്, സിനിമയെ വളരെയധികം ഇഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരാളാണ്. നിലവിലൊരു പ്രൊജക്റ്റ് ഓണാവാൻ വേണ്ടി അയാളുടെ ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറേ നാളുകളായി അയാൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊന്നും അയാൾക്ക് വരുമാനം ലഭിക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു സിനിമ ഓണാവാതെ അതിൻ്റെ പുറകെ എത്ര നടക്കുന്നോ അത്രത്തോളം കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുകയും ചെയ്യും. ഈ സമയങ്ങളിലൊക്കെ ഇയാളുടെ ഈ ചോയ്സിൻ്റെ, ഇയാളുടെ ഈ ആഗ്രഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, അതിൻ്റെ ഒരു വലിയ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ശ്രീവിദ്യയാണ്, തൻ്റെ ഭാര്യയാണ്. തനിക്ക് വിവാഹത്തിന് മുമ്പും ഇപ്പോഴും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അത്രയധികം അഭിമാനത്തോടു കൂടിയാണ് രാഹുൽ സംസാരിക്കുന്നത്. ഇവിടെ രാഹുൽ മുന്നിൽ കാണുന്ന ഒരു ജീവിതമുണ്ട്. അയാളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ. ഇഷ്ടമുള്ളത് ചെയ്താൽ മതി, ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യേണ്ട, ഇഷ്ടമുള്ളത് ചെയ്തോളൂ, ഞാൻ അതിന് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും എന്ന് പറയുന്നൊരു ഭാര്യയെ എത്ര ആളുകൾക്ക് കിട്ടും? അവൻ ഭാര്യയുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പുച്ഛിച്ച് നടക്കുന്ന നമ്മുടെ സമൂഹം രാഹുൽ രാമചന്ദ്രന് അയാളുടെ ഏറ്റവും പുതിയ സിനിമ ചെയ്യാൻ, അയാൾ സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കാൻ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ടോ? ഇപ്പോൾ രാഹുലിനൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിലൂടെയാണ് ഈ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ജോലി കഴിഞ്ഞ് വരുന്ന, വർക്ക് കഴിഞ്ഞ് വരുന്ന ശ്രീവിദ്യയ്ക്ക് വേണ്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഒരുക്കി വെച്ച് ആ വീട് ഏറ്റവും സുന്ദരമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അയാൾ യൂട്യൂബിൽ പങ്കുവെക്കുന്നുണ്ട്. നമ്മൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നത് സ്നേഹവും സന്തോഷവും സമാധാനവും നല്ലൊരു ഭാവിയുമൊക്കെയാണ്. പക്ഷേ ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഷെയർ ചെയ്യുമ്പോൾ പുള്ളിക്കറിയാം എന്തായാലും ഇതിനെ വളരെ മോശം രീതിയിൽ നോക്കിക്കാണുന്ന കുറേ ആളുകളും ഈ വീഡിയോസ് കാണുമെന്നുള്ളത്. പക്ഷേ
അവരെയോ അവരുടെ കമൻസിനെയോ ഒന്നും ബോധർ ചെയ്യാതെ ഏറ്റവും സന്തോഷകരമായിട്ട് അവരവരുടെ ജീവിതം ജീവിക്കുകയാണ്. ആ പുച്ഛിക്കുന്ന, അവഹേളിക്കുന്ന, ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകളോട് പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ: സമൂഹം മാറുന്നു, ജെൻഡർ റോൾസ് മാറുന്നു, നമ്മുടെ സൊസൈറ്റി പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല ചിന്തകളും ഇവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ തുടരുകയാണ് ചെയ്യുക. ലോകം മുന്നോട്ട് പോവുകയും ചെയ്യും. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഇതിനെ എതിർക്കുന്ന ആ വിഭാഗത്തിന് പറയാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്: പെൺകുട്ടികൾക്കൊക്കെ ഇപ്പോൾ പാവാടകൾ മതി, അതാവുമ്പോൾ അവളുമാരുടെ ഇഷ്ടത്തിന് കൊണ്ടു നടക്കാലോ എന്നുള്ളതാണ്. മീശ പിരിച്ച് മുണ്ട് മടക്കി കുത്തി കലിപ്പൊക്കെ ഇട്ട് വരുന്ന ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അത് അവരുടെ പ്രിഫറൻസ് ആണ്, അവരുടെ ചോയ്സ് ആണ്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഇതല്ല പുരുഷത്വം എന്ന് വാദിക്കാനും നിൽക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന സ്റ്റീരിയോ ടൈപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന ആൺകുട്ടികൾക്ക് ഇവിടെ ഒരു സ്വീകാര്യതയുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്. അവർക്ക് അവരുടേതായ വ്യക്തമായ കാരണങ്ങളുമുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മുടെ വീട്ടുകാരൊക്കെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. വീട്ടിലുള്ള എല്ലാ ജോലികളും പെൺകുട്ടികൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. കാരണം നീ വേറൊരു വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്യാനുള്ളതാണ്, വേറൊരു ആൺകുട്ടിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ളതാണ്. അത് നിൻ്റെ ജോലിയാണ്. അതേസമയം ആൺകുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ ഇതൊന്നും ചെയ്ത് കഷ്ടപ്പെട്ട് പഠിക്കുകയൊന്നും വേണ്ട, നിന്നെ ഇതൊക്കെ ചെയ്ത് സഹായിക്കാൻ ഒരു പെൺകുട്ടി വരും എന്നുള്ളതാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ടാവാം. പക്ഷേ അത് നിൻ്റെ ഡ്യൂട്ടിയാണ്, നീ അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ അതിനകത്തൊരു അടിച്ചേൽപ്പിക്കലുണ്ട്. അതിൽ നിന്നുണ്ടാകുന്നൊരു പ്രതിരോധമുണ്ട്. പക്ഷേ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുന്ന ആൺകുട്ടികളിലേക്ക് അവർ നോക്കുമ്പോൾ അവിടെ കാണുന്നൊരു വലിയ ആശ്വാസമുണ്ട്. യാതൊരു മെയിലീഗോയും ഇല്ലാതെ ഒരാൾക്കൊപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള, ഈഗോലെസ് ആയിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലൈഫ് പ്രതീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഹോപ്പ് അവിടെയുണ്ട്. എന്നാൽ അതേസമയം ഒരാൺകുട്ടിയും പെൺകുട്ടിയും അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് വിചാരിക്കും. വിവാഹം കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പ് ആൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നു, പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്നു. രണ്ടുപേരും അവരവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവനവൻ സ്വയമാണ് ചെയ്യുന്നത്. കുക്കിങ്ങിൻ്റെ കാര്യമെടുത്താൽ, ക്ലീനിങ്ങിൻ്റെ കാര്യമെടുത്താൽ, ഡ്രസ്സ് വാഷ് ചെയ്യുന്ന കാര്യമെടുത്താൽ, അങ്ങനെ അവനവന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ തമ്മിൽ വിവാഹം കഴിക്കാം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ആൺകുട്ടി ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത്: ഇത്രയും കാലം നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നോക്കി കഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ അത് നോക്കാൻ മറ്റൊരാൾ വരികയാണ്. അതായത് നിൻ്റെ ലൈഫ് ഈസി ആവാൻ പോവുകയാണ്. നീ ഇത്രയും നാൾ നിനക്ക് വേണ്ടി ചെയ്ത ജോലികൾ ചെയ്തു തരാൻ വേണ്ടി വേറൊരാൾ കടന്നു വരികയാണ്. എന്നാൽ അതേസമയം ഇനിയിപ്പോൾ ഡ്യൂട്ടിയൊക്കെ ഷെയർ ചെയ്യാമല്ലോ, ഇനി ലൈഫ് കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. ആ ആംഗിളിലല്ല പറയുന്നത്. നിൻ്റെ ജോലികളെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു തരാൻ മറ്റൊരാൾ വരുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടി കരുതുന്നത് എന്താണ്? ഇത്രയും കാലം സ്വന്തം ജോലികളെല്ലാം സ്വന്തമായിട്ട് ചെയ്തു, ഇനിയിപ്പോൾ ആ ജോലികളൊക്കെ ഡബിൾ ആവുകയാണ്. മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ ഡ്രസ്സ് കഴുകുക, അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അയാളും കൂടി താമസിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഇടുക, അങ്ങനെ ഇരട്ടി ജോലിയാവാണ് ചെയ്യുന്നത്. ഇവിടെ സമാധാനമായി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിച്ചൊരു പെൺകുട്ടി ഒരടിമയാകാൻ പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ ഈ തോന്നലിന് പകരം ഞാനൊരു അടിമയാകാൻ പോകുന്നു, എൻ്റെ പണി ഇരട്ടിക്കാൻ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഡ്യൂട്ടികളെക്കുറിച്ച് സംസാരിക്കാം. കൃത്യമായി അവനവൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാം. അങ്ങനെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാം, ഒരുമിച്ചുള്ള ജീവിതം സുന്ദരമാക്കാം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരാളുടെ ഭാഗത്തു നിന്ന് മാത്രമുള്ള ഡോമിനൻസ് ഇല്ലാതെ ഈക്വൽ റോൾസ് പ്ലേ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ ഫീൽ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. വളരെ ബാലൻസ് ഉള്ള ഒരു ജീവിതം സ്വപ്നം കാണാൻ പറ്റുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു കുടുംബത്ത് ജനിച്ചു വളരുന്ന കുട്ടികൾ, അവരുടെ അടുത്ത തലമുറയും ഈ പറയുന്ന ലൈഫ് സ്കിൽസിനെയൊക്കെ അത് സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വളരുകയാണ് ചെയ്യുക. അവരാരെയും ഒന്നിനെയും അടിച്ചേൽപ്പിക്കുകയോ അനാവശ്യമായി ജഡ്ജ് ചെയ്യുകയോ ചെയ്യില്ല. അത്രയും നല്ലൊരു ജീവിതം, അത്രയും നല്ലൊരു ഫ്യൂച്ചർ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ഫാക്ടർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന നമ്മുടെ ഒരു ഗ്ലോറിഫൈഡ് ഒരു അമ്മ രൂപമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ രൂപമുണ്ട്. അതായത് ഒരു പനി വന്നു എന്ന് വിചാരിക്കുക. ആർക്ക്? ഭർത്താവിന് പനി വന്നു കഴിഞ്ഞാൽ ടെൻഷനൊന്നുമില്ല. ഫുൾ കാര്യങ്ങളും ഭാര്യ നോക്കും. അയാൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, അയാളെ എങ്ങനെ പരിചരിക്കണം, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം, അതെല്ലാം സ്മൂത്ത് ആൻഡ് ഈസി ആയിട്ട് നടക്കും. അതേസമയം ഈ ഭാര്യയ്ക്ക് പനി വന്നു പോയാലുണ്ടല്ലോ, ഭർത്താവ് പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ കഞ്ഞി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ എത്ര അരി എടുക്കണം, അതിലെത്ര വെള്ളം വേണം, എത്ര വിസിൽ വേണം, 100,000 ചോദ്യങ്ങളാണ്. കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാനുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട, ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ കിടക്കുന്ന ആളാണ് ഉത്തരം കൊടുക്കേണ്ടത്. ഇത്രയും ഉത്തരം കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും എളുപ്പമാണ് ഞാൻ തന്നെ അടുക്കളയിൽ പോയി കുക്ക് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു റീലുണ്ടായിരുന്നു. അച്ഛനും 2 ആൺമക്കളുള്ളൊരു വീടാണ്, അമ്മ പനി പിടിച്ച് കിടപ്പാണ്. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാതെ ഈ അമ്മയോട് ഇവർ ചോദ്യം ചോദിച്ച് സഹി കെട്ടിട്ട് പനിച്ച് കിടന്ന അമ്മ പോരാളിയായി ഉണർന്നെണീക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടിരിക്കുക. പോരാളിയായി ഉണർന്നെണീറ്റ് വന്ന് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നു എന്നുള്ളത് അതൊരു ഭീകരാവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ റീലടിച്ച് നടക്കുമ്പോൾ ഇത് ഭയങ്കര ഗ്ലോറിഫൈഡ് സാധനമായിട്ട് തോന്നും. പക്ഷേ എത്രയോ പെൺകുട്ടികളുടെ പേടി സ്വപ്നമാണ് ഈ പറയുന്ന ഗ്ലോറിഫിക്കേഷൻ. അവർ നോക്കുമ്പോൾ
ഈ സ്റ്റീരിയോ ടൈപ്പുകളെ പൊളിച്ചെടുക്കുന്ന ഒരു നല്ല പാർട്ട്ണറെ കിട്ടുകയാണെങ്കിൽ ലൈഫ് വളരെ ഈസിയാവും, ഫ്യൂച്ചർ ഏറ്റവും സുന്ദരമാവും. സോ ഇത്തരത്തിലുള്ള കണ്ടൻറ് ക്രിയേഷൻസ്, കണ്ടൻറ് ക്രിയേറ്റേഴ്സ്, ട്രെൻഡുകൾ ഇതൊക്കെയും ഇടത്തെ കാലിലെ മന്തെടുത്ത് വലത്തെ കാലിൽ വെക്കാത്തിടത്തോളം കാലം, ഓരോ മനുഷ്യരുടെയും പ്രിഫറൻസുകളും ചോയ്സുകളും പരിഗണിക്കപ്പെടുന്നിടത്തോളം കാലം ചില ട്രെൻഡുകൾ നല്ലതാണ്. പിന്നെ നമ്മുടെ സമൂഹത്തിലെ ചില മനുഷ്യരാൽ കളിയാക്കപ്പെടും എന്നറിഞ്ഞിട്ടും ഡെഫിനറ്റ്ലി അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ആ പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക, നല്ല ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി കാരണമാവുന്ന രീതിയിൽ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിനോട് സ്നേഹവും അപ്രിസിയേഷനും അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.